എന്താ പന്തം കണ്ട പോലെ കുതിര കണ്ടിട്ടില്ലേ? നാരായണേട്ടൻ ശ്രദ്ധിച്ചോ? അതിവിടെ വാടകയ്ക്ക് കൊടുക്കണ കുതിരല്ലേ? കുതിരയല്ല, കുതിരപ്പുറത്ത് പോയ പെൺകുട്ടിയെ. ഓ അത് ശരി. അപ്പൊ കുതിരയല്ല പെണ്ണിനെ നോക്കിയല്ലേ? വല്ല മാർവാടികളെ അടിച്ച് പല്ല് തെറിപ്പിക്കും. മാർവാടി എങ്ങനെ മനസ്സിലായി? മാർവാടി അല്ലെങ്കിൽ വല്ല തമിഴ് ഭട്ടന്മാർ. അതെങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ഭർത്താക്കന്മാർ. ഭർത്താക്കന്മാരോ? ഓ ഭർത്താവ്. ഭർത്താവിനോട് എങ്ങനെ മനസ്സിലായി? ഓ എനിക്ക് വയ്യ, എന്നെ പുറത്ത് വട്ടുപിടിപ്പിക്കാതെ. വട്ടുപിടിപ്പിക്കണല്ലോ, കുറച്ച് നേരത്തെ ഉണ്ടല്ലോ. കൂടും. കൂടട്ടെ. കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു. കേറിക്കോ. നല്ല ഒന്നാന്തരൊരു വീടുണ്ടാക്കിയിട്ട് ലോഡ്ജ് മുറി പൂട്ടി പോകുന്ന പോലെ. കഷ്ടം. എന്നാ പിന്നെ പൂട്ടാതെ വരാം. കൂട്ടാതെ പോണെങ്കിൽ അകത്ത് ആളുണ്ടാവണം. ഒരു ഉടുമുണ്ടായിട്ട് മദ്രാസിൽ വന്ന് ഇറങ്ങിയിട്ട് ഈ നില വരെ എത്തി. ഒരു കുടുംബം ഉണ്ടാക്കാൻ പറ്റിയില്ല. യോഗം കേറ്. വേണ്ട, ഞാൻ ഒഴിച്ചോളാം. ഓ ഇതൊരു യോഗം. താനെന്തിനാ പെട്ടിയെടുത്തത്? അയാളോട് പറഞ്ഞ പോരെ? സാറില്ല സാർ, സാറിന്റെ പെട്ടിയെടുത്തെന്ന് കരുതി എനിക്കത് കുറച്ചില്ല. ഒരു ചായ ഒഴിക്കട്ടെ സാർ? ആയിക്കോട്ടെ. ആ കപ്പൊന്ന് കഴുകിയെടുക്കണോ? കഴുകി വെച്ചിരുന്നാണ് സാർ. ഒന്നുകൂടി വൃത്തിയായി കഴിയാനൊന്നും ദോഷമൊന്നുമില്ലല്ലോ. സാരമില്ല സുധാര. സുധാരൻ ഇരിക്കെ. വേണ്ട സാർ, ഞാൻ നിന്നോളാം. ഇരിക്കടോ. സാറിന്റെ മുന്നിലിരിക്കുമ്പോൾ എനിക്കിരിപ്പുറക്കില്ല. പിന്നെ മിത്ര കൺസ്ട്രക്ഷൻസിന്റെ ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവരുടെ മാനേജർ രാവിലെ വിളിച്ചിരുന്നു. നമുക്കത് കൊടുക്കാലോ അല്ലേ? നമുക്ക് ക്യാഷ് ബാലൻസ് അധികമില്ല. 20-ാം തീയതി കുറിയുടെ ക്യാഷിന് പാർട്ടി വന്നിരുന്നു. ക്യാഷ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടി സമ്മതിച്ച പ്രശ്നമില്ല. ഇത്രയ്ക്ക് 10 lakhs മതി. പക്ഷേ നമുക്ക് ക്യാഷിന് കുറച്ച് ടൈറ്റ് ഉണ്ട്. സാറിന് വീട് വാങ്ങാൻ പെട്ടെന്നൊരു 22 lakhs നമ്മൾ മറിച്ചപ്പോ ആകെ ടൈറ്റായി. കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. മിത്ര കൺസ്ട്രക്ഷൻസ് പോലുള്ള വലിയ കൺസേണുമായിട്ട് ബിസിനസ് റിലേഷൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ഗുണം ചെയ്യും. അതറിയാം സാർ. എങ്ങനെയും ശരിയാക്കാം. ഹോട്ടലിലെ ക്യാഷ് പൊസിഷൻ എങ്ങനെയുണ്ടെന്ന് ഞാനും നോക്കട്ടെ. ഗുഡ് മോർണിംഗ് സാർ. മാനേജർ ഓഫീസിലുണ്ടോ? ഉണ്ട് സാർ. ആന്റണി, സാർ നമ്മുടെ ക്യാഷ് ബാലൻസ് എങ്ങനെയാ? ഉണ്ടാവും സാർ. ഒരു 6-7 രൂപ ഉണ്ടാകും. ഇവിടെ അത്യാവശ്യം വല്ലതും ഉണ്ടോ? മറ്റന്നാൾ ബാങ്ക് ലോൺ അടക്കേണ്ട ഡേറ്റ് ആണ്. ഓ, പിന്നെ ബാക്കി 2-3 രൂപ ഉണ്ടാവും. അർജന്റായിട്ടൊരു 10 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യും? ഓടിപ്പിടിച്ചാ വീട് വാങ്ങിയതാ പ്രശ്നമായത്. 10-22 ലക്ഷം രൂപയല്ലേ ബ്ലോക്ക് ആയത്. എന്നായാലും ഒരു വീട് വേണ്ടേ സാർ? ഓ, വീടുണ്ടായിട്ടില്ല ഇത്രയും കാലം ഞാൻ ജീവിച്ചത്. എനിക്കിവിടെ ഒരു മുറി ഉണ്ടായ പോരിടോ. ഇനി അത് പോരല്ലോ. സാറ് മാരേജ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടല്ലോ. ആര് പറഞ്ഞതൊക്കെ? ഇവിടെ എല്ലാവർക്കും അറിയാം. സാറിന്റെ ഡിമാൻഡ്സ് എന്തൊക്കെയാന്ന് അറിഞ്ഞാ എന്റെ നാട്ടില് നല്ലൊരു കുട്ടിയുണ്ട്. താനിപ്പോ ദല്ലാള് പണിയൊന്നും എടുക്കണ്ട. ഇവിടത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അതിനാ ശമ്പളം തരുന്നത്. അപ്പേ ഇനി ഒരു കാര്യം ഞാൻ മുഖത്ത് നോക്കി ചോദിക്കാൻ പോവാ. എന്താ? ഇത്ര നാളും വീടാവട്ടെ വീടാവട്ടെ എന്ന് പറഞ്ഞ് കഴിച്ചു കൂട്ടി. ഇപ്പൊ വീടായി. എന്നും ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് കൊടുന്ന് കഴിക്കാന്നാ വിചാരം? വേണ്ട, നമുക്കൊരു കുക്കിനെ വെക്കാം. കുക്കർ ഉണ്ടായിട്ട് എന്താ കാര്യം? ഈ കുക്കറുണ്ടി ഒരു കുടുംബാവൂ. അതിന് കുടുംബത്തിന് പെണ്ണെന്നെ വേണം. അതിപ്പോ എന്റെ കുഴപ്പമാണോ? പിന്നെ എന്റെ കുഴപ്പമാണോ? പിന്നെ ആരുടെ കുഴപ്പാ? എന്റെ അച്ഛനും അമ്മയും ഒന്നും ജീവിച്ചിരിക്കുന്നില്ല. പറയാനും അന്വേഷിക്കാനും ബന്ധുക്കളും ഇല്ല. കഴിഞ്ഞ ആഴ്ച ഫോട്ടോ കാണിച്ചു തന്ന പെൺകുട്ടിക്ക് എന്താ കുഴപ്പം? എന്നെ നാരായണേട്ടാ, അതൊരു ചെറിയ കുട്ടിയല്ലേ? 19 വയസ്സെന്ന് പറഞ്ഞ ചെറിയ കുട്ടിയാ. അതിന് ഇദ്ദേഹം അവിടെ മൂത്ത് നരച്ചിരിക്കുക. ആ കുട്ടിക്ക് ഒരു 10-26 വയസ്സുള്ള ചെറുപ്പക്കാരനെ ചേരൂ. ചേരില്ല ഒന്ന് പോയി കണ്ടില്ലല്ലോ. ഫോട്ടോ നോക്കിയാണോ ചേർത്ത് നിശ്ചയിക്കണേ? ഒന്ന് പോയി കണ്ടതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ചാരിത്രം ഒന്നും നഷ്ടപ്പെടില്ല. ശരി, പോയേക്കാം. നാളെ തന്നെ പോയേക്കാം. വിഘ്നേശ്വര, വിഘ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ചേരണ്ട പോലെ ചേർത്ത് തരണേ ഭഗവാനെ. ഈശ്വരനെ മനസ്സിൽ വിചാരിച്ച് എടുത്തോ.
ലെഫ്റ്റ് 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 ഇടത്തോട്ടാ പോണ്ടത്. ഇങ്ങനെ ഒരു വഴിയുണ്ട് നാരായണ. ഇങ്ങനെ പോയാ എങ്ങനെയാ? നമുക്കൊന്ന് പോയി നോക്കാൻ നാരായണേട്ടാ. അല്ല, നമ്മൾ എവിടേക്കായി പോണേ? പെണ്ണിനെ കാണാനല്ലേ? ആ ആ ആ. പിന്നെയും കിട്ടി തിരിഞ്ഞു. എനിക്കറിയാൻ പാടില്ലേ? എല്ലാ വഴികളും ഒരേ ലക്ഷ്യത്തിലേക്കാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ, എന്നാ നമ്മൾ ആ ലക്ഷ്യത്തിലേക്കാണ്. ഓ, എന്താ ഇവിടെ നിർത്തി? നമുക്ക് നോക്കാം. എന്താ ഇവിടെ? കണ്ടില്ലേ? ഇല്ല. റെസ്റ്റോറന്റ്. നമുക്കൊരു ചായ കുടിക്കാം. നമ്മളിപ്പോ ചായ കുടിച്ചല്ലേ ഉള്ളൂ. ഒരു ചായ കൂടെ കുടിക്കേണ്ടി വന്നാ കുടിക്കണ്ടേ? വാ. എന്റെ ജോലി ഉറക്കം തന്നെയാ. അമ്മ ചീത്ത പറഞ്ഞ് മടുത്തു. പകലിടന്ന് ഉറങ്ങിയാ ബന്നുപോലെ വീർക്കും. ഇപ്പൊ ഞാൻ വിചാരിക്കണേ ഏതെങ്കിലും ഒരു കോന്തം വന്ന് കെട്ടിപ്പോയാ മതിന്നാ. പിന്നെ കുറച്ചാള് അയാളെ ഇട്ട് തട്ടിക്കളിക്കാലോ. നല്ല കാര്യായി. വല്ല മുട്ടാളന്മാരും ആണെങ്കി ഇടി കൊണ്ട് എല്ലൊടിയും. അപ്പൊ നമ്മുടെ കൈ എന്താ? മാങ്ങ പറിക്കാൻ പോവോ? ചേച്ചിമാരുമായി ഗുസ്തി കൂടി നല്ല പരിചയാ. വേറൊന്നും വേണ്ട, 2 ഐസ്ക്രീം. ഓക്കെ മാഡം. 2 ചായ. സർ. അപ്പൊ എന്ത് മനസ്സിലായി? മനസ്സിലാവേ? എന്ത്? മലയാളമാണ്. മലയാളാണെന്നോ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ടുണ്ട്. ഉം. വിവാഹം കഴിഞ്ഞിട്ടില്ല. ആരുടെ? ഉം? ഉം? ഇഷ്ടായോ? ഇഷ്ടായോന്നോ? ഇഷ്ടാനിഷ്ടം. എനിക്കും. ചന്ദ്രക്കലയാണോ, കുരിശാണോ, ശംഖാണോ? സമയം വേണം. വേണ്ട, ഞാൻ പിടിച്ചുതരാം. ഒന്ന് പ്രത്തിരി. എന്തിന്? ഒന്ന് പ്രത്തിരി. ഒന്ന് പ്രത്തിക്കാൻ പറ്റാതെ കേടാ. അയ്യോ. ഓ. ഇരിക്കെ. തിരി. വടി. ന്യൂസൻസ്. നശിപ്പിച്ചല്ലോ. ആ, ഞാനൊന്ന് നോക്കിയുള്ളൂ. വാ. എനിക്ക് അപ്പോഴേ അറിയാം നശിപ്പിക്കുന്നു. ഓ, ഇതിപ്പോ നളചരിതത്തിലെ അരയനത്തെ പോലെ തെന്നി മാറിപ്പോകുന്ന് ഞാൻ വിചാരിച്ചോ? നമുക്ക് നോക്കാന്നേ. എവിടെ എവിടെ നോക്കാൻ? വെറുതെ നോക്കാം. ആ അരയനം നമുക്കുള്ളതാണ്, നമ്മൾ പിടിക്കും. വണ്ടി എടുക്ക്. അത് പോയി എനിക്ക് കിട്ടില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് കണ്ടുപിടിക്കാം. ഞാനല്ലേ പറയണേ. ഒന്ന് മെല്ലപ്പോ മെല്ലപ്പോ. സ്പീഡിൽ ഓടിച്ചിട്ട് എന്താ കാര്യം? കണ്ടുപിടിക്കണ്ടേ? നിർത്ത് 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 നിർത്താൻ. റിവേഴ്സ് എടുക്ക്, റിവേഴ്സ് എടുക്ക്.
നമുക്കൊന്ന് ചെന്ന് നോക്കാം. എന്നിട്ട് നേരിട്ട് എന്നിട്ട് പേരെന്താ, നാളെന്താ, ജാതി എന്താന്ന് അങ്ങോട്ട് ചോദിക്കും. എന്നിട്ട് കിട്ടാനുള്ള കൈയോടെ വാങ്ങിക്കാം. വല്ല വീട്ടിലും കയറി ചെന്ന് പെണ്ണേതാ നാളേതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ല ആമ്പിളറുണ്ടെങ്കിൽ കൈയോടെ കിട്ടും. ഓ അത് ശരിയാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഏതായാലും വീട് മനസ്സിലായല്ലോ, നമുക്കൊരു ആളെ ഇവിടെ അന്വേഷിപ്പിക്കാം. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല. പ്രശ്നാവൂ. പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. ഒരു പേര് പറയും. ആരുടെ പേര്? എന്തെങ്കിലും ഒരു പേര്. രാധാകൃഷ്ണൻ. കൊള്ളാം. രാധാകൃഷ്ണൻ നായർ. എന്നെ വേണം. ഓ തമിഴാണല്ലേ. വന്ന് രാധാകൃഷ്ണൻ നായർ വീട് തന്നെ. ആമാ ഉட்காருங்க. വാ, സ്ഥലം കാലിയാക്കാം. ആരാണ്? പേര് വരൂ. രാധാകൃഷ്ണൻ നായർ? അതെ, ഞാനാണ് അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായർ. ഞാൻ ബാലേന്ദ്രൻ, ഹോട്ടൽ ബിസിനസ് ആണ്. അല്ല, നായരാണ്. ഇരിക്കൂ. എന്താ വിശേഷിച്ച്? ഞാൻ ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നാണ്. ഞാനിവിടെ അല്ല, നാട്ടിലാ പ്രാക്ടീസ് ചെയ്യുന്നേ. ഓ. അതും ഒരു കൊല്ലായിട്ട് പ്രാക്ടീസിന് പോണില്ല. ആ. അതിന്റെ ആവശ്യമില്ല. ആ. വീട്ടില് ധാരാളം സ്വത്തുണ്ടേ. പിന്നെ അത്യാവശ്യം രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ. അല്ല, ഞാനിവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? രാധാകൃഷ്ണ, അവരെത്തിയോ? അവരല്ല, ഇത് എന്നെ കാണാൻ ഒരു ക്ലയന്റ് വന്നാണ് അച്ഛാ. നിന്നെ കാണാൻ ക്ലൈന്റോ? മിസ്റ്റർ ബാലചന്ദ്രൻ, സർപ്രൈസ്. അങ്ങളല്ലേ ഇവിടെ? അല്ല ചോദ്യം. എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്താ ഇവിടെ ചോദിച്ചാ എന്താ പറയാ? ഇരിക്കെ. നാരായണൻ ഇരിക്കൂ. ഇദ്ദേഹം എന്റെ ബന്ധുവാണ് നാരായണൻ. ആ, എന്താ കേസും കൂട്ടൊക്കെ? എന്റെ ഈ ചിറ്റ് ഫണ്ട്സിന്റെ ചില കേസുകൾ. അതുമല്ല, നല്ല വക്കീലന്മാരെ ഏൽപ്പിക്കണ്ടേ? ഇവൻ കുറച്ചാള് ഗവൺ കിട്ടി നടന്നല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഇവനെങ്ങനെ അറിയും? ആരോ പറഞ്ഞു. ആരാ പറഞ്ഞു നാരായണേട്ടാ? ആരാ പറഞ്ഞേ? ആരോ പറഞ്ഞു അങ്കിളുടെ മകൻ അഡ്വക്കേറ്റ് ആണ്, വളരെ മിടുക്കനാണെന്നൊക്കെ. അയ്യോ, ഇവനെന്റെ മകനല്ല, സണ്ണില്ലോ ആണ്, രണ്ടാമത്തെ മകളുടെ ഭർത്താവ്. തണ്ണിലോ ലോ. തണ്ണിലോ മകനാണല്ലോ. വലിയ തറവാട്ടുകാരാ. ഒറ്റപ്പാലത്ത് തെക്കേപ്പാട്ട് ജഡ്ജി രാവുണ്ണി നായർ കേട്ടിട്ടുണ്ടോ? ഓ, കേട്ടിട്ടുണ്ട്. രാധാകൃഷ്ണ, ചായ എടുക്കാൻ പറ. നല്ലവനാ, പാവാ. ആ കാര്യങ്ങളൊക്കെ ഞാൻ ലക്കിയ. എനിക്ക് 3 പെമ്മക്കളാ. മൂത്തോടെ ഭർത്താവ് പോലീസിലാ, ക്രൈംബ്രാഞ്ച് DYSP കൃഷ്ണകുമാർ. അവനിപ്പോ എറണാകുളത്താ. രണ്ടാമത്തെ ആളെ കണ്ടല്ലോ, ഇവനിപ്പോ കുറച്ച് നാട്ടെ ഇവിടെ തന്നെയാ. അവരല്ല, വേറെ ആളാ. എന്റെ വൈഫാ. നമസ്കാരം. നമസ്കാരം. ഇളയമൂടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ആലോചനകൾ നടക്കുന്നു. ഇന്ന് അവളെ കാണാൻ ഒരു പാർട്ടി വരുന്നുണ്ട്. മദ്രാസിൽ തന്നെയാ. വൻപുള്ളികളാ, കോൺട്രാക്ടേഴ്സാ. നിങ്ങൾ വന്നപ്പോ എല്ലാരും കരുതി അവരാണെന്നാ. ഞാൻ ആലോചിക്കായിരുന്നു, അവരാണ് കാറിലാണല്ലോ വരിക എന്ന്. ഞങ്ങളും കാറിലാ വന്നത്. കാറ് പുറത്തിട്ടിരിക്കുക. തെക്കേപ്പാട്ട് തറവാട്ടമ്മ മാലതി. ചായ മാത്രമേ ഉള്ളൂ? അല്ല, കൊണ്ടുവരുന്നുണ്ട്. ഇവളാണ് കല്യാണ പെണ്ണ് നിർമ്മല. കല്യാണ ചെറുക്കനെ ഇന്റർവ്യൂ ചെയ്യാൻ കൂട്ടുകാരെ വിളിച്ചോണ്ട് വന്നിരിക്കുക. ബാലചന്ദ്രൻ ഒരു VIP ഗസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ലീഡിങ് ചിട്ടി ഫണ്ടിന്റെ പ്രൊപ്പറേറ്ററാ. പിന്നെ ഒരു ഹോട്ടലുണ്ട്. നമ്മളൊന്ന് ഡിന്നർ കഴിക്കാൻ പോയില്ലേ മോളെ? കഴിഞ്ഞ പ്രാവശ്യം കൃഷ്ണകുമാർ വന്നപ്പോ ഹോട്ടൽ ശ്രീലക്ഷ്മി ഇന്റർനാഷണൽ. വേറൊരു ദിവസം വരെ നമുക്കൊന്ന് കൂടായിരുന്നു കേട്ടോ. അവരെത്തിയെന്നാ തോന്നണേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ചായ കഴിക്ക്, അവര് വന്നോട്ടെ. അല്ല, ഞങ്ങൾ ഇറങ്ങട്ടെ. ചായ മുഴുവൻ കുടിക്കണ ശീലം ഇല്ലാന്ന് തോന്നണു. അത് കലക്കി. അപ്പൊ ശരി. കല്യാണത്തിന് ഇൻവിറ്റേഷൻ അയക്കും, വരണം. ഓ. ഹലോ മിസ്റ്റർ KK നായർ, വെൽക്കം. KR നായർ സാർ വന്നില്ലേ? ഇല്ല, അളിയൻ പെട്ടെന്ന് ഡൽഹിക്ക് പോയി. ഇന്നലെ വൈകുന്നേരം CM വിളിച്ചു, ഉടനെ പുറപ്പെടണമെന്ന് പറഞ്ഞു. രണ്ടാളും കൂടി പോയി. അളിയന് പകരമാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താ ഞാൻ പോരുന്നില്ലല്ലോ? അയ്യോ, അത് കൊള്ളാം. അനന്തരന് വേണ്ടി അമ്മാവൻ തന്നെ വരണം. മീറ്റ് മൈ ഫ്രണ്ട് മിസ്റ്റർ ബാലചന്ദ്രൻ, ഹലോ. ഹോട്ടൽ ശ്രീലക്ഷ്മി ഇന്റർനാഷണൽ പ്രൊപ്പറേറ്റർ. ഓഹോ, ഞങ്ങളുടെ പല ക്ലയൻസും അവിടെ താമസിക്കാറുണ്ട്. ഇദ്ദേഹത്തെ ശരിക്കും പരിചയപ്പെടേണ്ട വ്യക്തിയാണ്. ബാലചന്ദ്രന് ഗുണം ചെയ്യും. മിസ്റ്റർ KK നായർ, KR കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ജനറൽ മാനേജരാ.
കെ ആർ നായരുടെ ഭാര്യയുടെ സഹോദരൻ. കെ ആർ നായർ അറിയാമല്ലോ, കെ ആർ കൺസ്ട്രക്ഷൻ കമ്പനി കോടീശ്വരൻ. അറിയാം. അളിയനെ അറിയാത്ത മലയാളികളാരാ മദ്രാസിലുള്ളത്? ചീഫ് മിനിസ്റ്ററുടെ അടുത്ത ആളാ. രണ്ടുപേരും ഒരു നാട്ടുകാരാ, പാലക്കാട്. അധികം സംസാരിച്ച് സമയം കളയുന്നില്ല, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ എന്റെ അനന്തരവനെ പരിചയപ്പെട്ടില്ലല്ലോ, സുരേഷ് കുമാർ. ഇവനാണ് മണവാളൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. ശരി. നമ്മൾ റെസ്റ്റോറന്റിൽ കയറുന്നതിന് മുൻപേ അയാൾ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ചുറ്റിക്കളിയാണോടി? ആ എനിക്കറിയാമോ, ഞാൻ ആദ്യമായിട്ട് കാണുക. കണ്ടിട്ട് കുഴപ്പക്കാരനാണെന്ന് തോന്നണില്ല. ആ വയസ്സിനെ ഇത്തിരി പേശ്. മാരീഡ് ആയിരിക്കൂടി? എന്താ നിനക്കയാളെ നോട്ടമുണ്ടോ? ആ ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ ഒന്ന് നോക്കായിരുന്നു. അയാളെ കാണാൻ നല്ല രസല്ലേടി? സുന്ദരനാണ്. അയാൾ മാരീഡ് അല്ലെങ്കിൽ നിനക്ക് അയാൾ മതിയായിരുന്നു. നല്ല ചേർച്ചയാ. എനിക്കുള്ള കോന്തൻ ദേ താഴെ വന്നിരിക്കുന്നുണ്ട്. നീ കണ്ടോ? ഞാൻ കണ്ടില്ല. എടി നിർമ്മലേ, ഈ വേഷമൊക്കെ മാറ്റി ഒന്ന് വേഗം ഒരുങ്ങടി. ഓ, വേഷം കിട്ടാനൊന്നും എന്നെ കിട്ടില്ല. ഇതാണ് നിർമ്മല, ഇതാണ് രൂപം. ഓ, ഇവളെ കൊണ്ട് തോറ്റു. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ചെക്കനെ കണ്ടില്ലേ? എങ്ങനുണ്ട്? ആ തരക്കേടില്ല. മുഖത്ത് നോക്കിയ ഒരു പൗരുഷമില്ല. നേരത്തെ വന്ന ആള് എന്താ ഗെറ്റപ്പ് അല്ലേടി? ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ഇരിക്കുന്നു. അതാ ഞങ്ങളും പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ അയാള് മാരീഡ് ആണെന്ന് തോന്നുന്നു. ആ പെണ്ണിനോട് എനിക്ക് കുശുമ്പാ തോന്നണേ. ആ അവരുടെ ഭാഗ്യം. എങ്ങനൊരു വട്ട